എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം, അതായത് വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഒരു സ്ക്വയർ പിരമിഡ്, അതായത് സമചതുര സ്തൂപികയുടെ ആകൃതിയിൽ ഒരു ടെന്റ് ഉണ്ടാക്കണം. അതാണ് എക്സാമിന് ചോദിക്കാനുള്ള ഒരു ടൈപ്പ് ചോദ്യമാണിത്. അപ്പോൾ ഒരു ടെന്റ് ഉണ്ടാക്കണം. അതിന്റെ ഷേപ്പ് എന്തായിരിക്കണം? സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലുള്ള ഒരു ടെന്റ് അല്ലെ. ടെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കൂടാരം അല്ലെ. അപ്പൊ അതിന്റെ അടിയിൽ, അതായത് പാദവശങ്ങൾ, അതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 6 മീറ്റർ. അപ്പൊ 6 മീറ്റർ അതിന്റെ അടിയിൽ എന്തുണ്ടായിരിക്കണം? ബേസിന്റെ നീളം 6 മീറ്റർ വെച്ചുണ്ടായിരിക്കണം. ഇനി ഈ ടെന്റിന്റെ ഹൈറ്റ് ശരിക്കും ശ്രദ്ധിക്കുക. ടെന്റിന്റെ ഹൈറ്റ് എത്ര മീറ്റർ ആയിരിക്കണം? 4 മീറ്റർ ആയിരിക്കണം. അപ്പൊ 4 മീറ്റർ ഹൈറ്റ് വേണം. ഇതിന്റെ സൈഡുകൾക്ക് എത്ര വേണം? 6 മീറ്റർ സൈഡ് അല്ലെ, നീളം 6 മീറ്ററും വേണം. ഇങ്ങനെയാണെങ്കിലും ഈ ടെന്റ് ഉണ്ടാക്കാൻ അതിന് എത്ര ക്യാൻവാസ് വേണ്ടി വരും? ഈ ടെന്റ് നിർമ്മിക്കാൻ എത്ര ക്യാൻവാസ് വേണ്ടി വരും? അപ്പൊ ഇതുപോലത്തെ ചോദ്യം ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ടെന്റ് നിർമ്മിക്കാനാണ് അല്ലെ. അപ്പൊ ടെന്റിന്റെ ഒരിക്കലും എന്താണ് അടിഭാഗത്തേക്ക് ആവശ്യം വല്ല എന്ത് ക്യാൻവാസ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് ടോട്ടൽ സർഫസ് ഏരിയ കാണിട്ട്, കാരണം എന്താ, ടെന്റിന്റെ അടിഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഷീറ്റ് ഇടാറില്ല അല്ലെ. അപ്പൊ ടെന്റിന്റെ അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വരാ? ടെന്റിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ, ലാറ്ററൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ നമുക്കറിയാം ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ, LSA എന്താണ്? അതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ, എന്താണ്? 2AL അല്ലെ, 2AL ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പൊ ഇവിടെ നമുക്ക് A വേണം, L വേണം അല്ലെ. ഇവിടെ A എത്രയാണ്? A = നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 6 മീറ്റർ അല്ലെ. ഇനി നമുക്ക് L കിട്ടണം. പക്ഷെ ഇവിടെ നമുക്ക് L തന്നിട്ടില്ല അല്ലെ. പകരം എന്താണ് തന്നിട്ടുള്ളത്? H ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കാം. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലും ഇയും തന്നാൽ H കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ Hഉം Aയും കണ്ടു കഴിഞ്ഞാൽ L കണ്ടുപിടിക്കാൻ. ഈ 4 എണ്ണത്തിലല്ലേ, 1 2 3 4 അല്ലെ, 4 അളവുകളിൽ ഏതെങ്കിലും 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിൾ നോക്കിയേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഇവിടെ 2ന്റെ അടിഭാഗത്ത് A/2 പിന്നെ H L E അല്ലെ. ഇത് റൈറ്റ് ട്രയാങ്കിൾ, രണ്ടും റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് എന്തൊക്കെ അറിയാം? A അറിയാം, അതുപോലെ തന്നെ H അറിയാം അല്ലെ. H അറിയാം. H നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4 മീറ്ററും തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? L ആണ് ആവശ്യം അല്ലെ. അപ്പൊ നോക്കിയേ, Aയും അറിയാം, Hഉം അറിയാം. അപ്പൊ L എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് കർണം, ഹൈപ്പോട്ടിനസ് L ആണ്. H നമുക്കറിയാം, A/2 അറിയാം. അങ്ങനെയാണെങ്കിൽ L കണ്ടുപിടിക്കാലോ. L = ഇതിന്റെ അല്ലെ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? L കണ്ടുപിടിക്കാം. അപ്പൊ L = റൂട്ട് ഓഫ് H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ അല്ലെ. L എന്ന് പറഞ്ഞാൽ കർണാണ് അല്ലെ, ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ ഇതിന്റെ കിട്ടണമെങ്കിൽ ഇതിന്റെ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് L² = H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ കണ്ടിട്ട് പിന്നെ അതിന്റെ റൂട്ട് കൊടുത്താലും മതി അല്ലെ. ഓക്കെ, ഇനി നോക്കിയാൽ റൂട്ട് ഓഫ് H² അല്ലെ, H² നമുക്കറിയാം 4² പ്ലസ് A/2 ഇവിടെ എന്ന് പറഞ്ഞാൽ 6, അപ്പൊ A/2 3 സ്ക്വയർ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? = റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9 = √25 അല്ലെ. അപ്പൊ നമുക്ക് L എത്ര കിട്ടി? 5 മീറ്റർ. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിവിടെ A കിട്ടി, A നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെന്താണ്? L നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. ഇനി LSA കണ്ടുപിടിക്കാലോ. LSA ലാറ്ററൽ സർഫസ് ഏരിയ = 2AL ആണ്, = 2 × A 6 × 5. അപ്പൊ എത്ര കിട്ടും? 60 സ്ക്വയർ മീറ്റർ. അപ്പൊ യൂണിറ്റ് പഠിക്കാൻ ശ്രദ്ധിക്കുക, സ്ക്വയർ മീറ്റർ. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്ന് മനസ്സിലായല്ലോ. അപ്പൊ എപ്പോഴും ഇത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 261 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, യൂസിംഗ് എ സ്ക്വയർ ആൻഡ് 4 ട്രയാങ്കിൾസ് വിത്ത് ഡയമെൻഷൻസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദി പിക്ചർ എ പിരമിഡ് ഈസ് മെയ്ഡ്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദിസ് പിരമിഡ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ നമുക്ക് ചിത്രത്തിൽ ഒരു സ്ക്വയർ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സ്ക്വയറും ഇതേ രൂപത്തിലുള്ള 4 ത്രികോണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കി? ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കി അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കും, ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താണ്? ബേസിന്റെ അല്ലെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് നമുക്ക് 24 സെന്റിമീറ്റർ. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, ത്രികോണത്തിന്റെ ഇത് ത്രികോണത്തിന്റെ ഹൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്.
കണ്ടുപിടിക്കേണ്ടത് ഈ സ്തൂപികയുടെ അല്ലെ പിരമിഡിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇത് നമ്മളുടെ മനസ്സിൽ വരണം. ഇത് ആദ്യം നമ്മൾ വരയ്ക്കുക, റഫായിട്ട് ഒന്ന് വരച്ചു വെക്കുക. അപ്പൊ ഇവിടെ എ അല്ലെ, എ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? എ = 24 സെന്റിമീറ്റർ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഈ ത്രികോണത്തിന്റെ അല്ലെ, ത്രികോണത്തിന്റെ ഉയരാണ് തന്നിട്ടുള്ളത്. അതായത് എന്താണ്? L ആണ് തന്നിട്ടുള്ളത് അല്ലെ, സ്ലാന്റ് ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ L നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 18 സെന്റിമീറ്റർ. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? H കണ്ടുപിടിക്കണം അല്ലെ, ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ നമ്മുടെ സ്തൂപികയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കാം. എ അറിയാം, L അറിയാം അല്ലെ, L അറിയാം, A അറിയാം. അങ്ങനെയാണെങ്കിൽ H കണ്ടുപിടിക്കുക. നോക്കിയേ അല്ലെ, വളരെ എളുപ്പം നമുക്ക് കിട്ടും അല്ലെ. അല്ലെങ്കിൽ H എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? H = L² അല്ലെ, L² 90 ഡിഗ്രി. അപ്പൊ L² നിന്ന് എന്ത് കുറച്ചാൽ മതി? A/2 2 കുറയ്ക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ, H = കണ്ട, വളരെ എളുപ്പമാണ് ഇതൊക്കെ. H = L² വേണമെങ്കിൽ എഴുതിക്കുക, √L² - A/2 2 അല്ലെ. അതെ, നോക്കിയാ √L². L നമുക്ക് തന്നിട്ടുണ്ട് 18. അപ്പൊ 18² - A/2 24ന്റെ പകുതി അല്ലെ. 24ന്റെ പകുതി എത്രയാണ്? 12. ആ 12ന്റെ സ്ക്വയർ എത്ര വരും? റൂട്ട് അല്ലെ 18ന്റെ സ്ക്വയർ. 18ന്റെ സ്ക്വയർ എത്രയാണ്? ഒന്ന് ഗുണിച്ചു നോക്കാം, ഓർമ്മയില്ലാത്തവരൊന്ന് ഗുണിച്ചു നോക്കാം. 324 മൈനസ് 12ന്റെ സ്ക്വയർ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും അല്ലെ, 144. അപ്പൊ H നമുക്ക് എത്ര കിട്ടി? √324 നിന്ന് 144 കുറച്ച് എത്ര കിട്ടും? 0.81 അല്ലെ, 1 നമുക്ക് കിട്ടുക. എത്രയാണ്? 150 കിട്ടുക അല്ലെ. നമുക്കറിയാം 150 എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവർഗ്ഗം അല്ല അല്ലെ. അപ്പൊ 150 പൂർണ്ണവർഗ്ഗമല്ല. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? 150 നമ്മൾ ഘടകങ്ങളാക്കേണ്ടി വരും അല്ലെ. അപ്പൊ വേറെ നിവൃത്തിയൊന്നുമില്ല. 150 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 2 കൊണ്ട് അല്ലെ, 2 കൊണ്ട് പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 18 9 പ്രാവശ്യം അല്ലെ. ഇനി 0 0 കിട്ടും. അതായത് ഇതിന്റെ പകുതി അല്ലെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പകുതി എടുക്കുക. അപ്പൊ ഇനി 90 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 45. ഇനി നമുക്ക് 2 പറ്റില്ല അല്ലെ, ഇനി നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 എടുക്കാം. എത്ര വരും? 4 ഒരു പ്രാവശ്യം, ബാക്കി 1 15 5 × 3 15. ഇനി വീണ്ടും നമുക്ക് 3 കൊണ്ടോ പറ്റുള്ളൂ അല്ലെ, 3 5 × 3 15. ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? √. അപ്പൊ നമുക്ക് √150 എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 × 3 × 3 × 5 അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ റൂട്ടിനെ പുറത്തേക്ക് എടുക്കാം അല്ലെ. ഓരോ ജോഡിയിൽ നിന്നും ഓരോരുത്തരെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2 2 ഉണ്ട്, അപ്പോൾ ഒരു 2 പുറത്തേക്ക് ചാടി. 2 3 ഉണ്ട്, ഒരു 3 പുറത്തേക്ക് ചാടി. ഇനി ബാക്കി 5 ഒരെണ്ണുള്ളൂ അല്ലെ. അപ്പൊ അതിനുള്ളിൽ കിടന്നോട്ടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 2 6 6 √5 = 6 √5 സെന്റിമീറ്റർ. അത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അതിൽ നമുക്ക് മറ്റൊരു ചിത്രം കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഹൈറ്റും കൂടി ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു വശത്തിന്റെ നീളം അല്ലെ, പാദവക്കിന്റെ നീളം 24. ഇനി തന്നിട്ടുള്ള എന്താണ്? ത്രികോണത്തിന്റെ നോക്കിയേ, ത്രികോണത്തിന്റെ ഒരു വശം അല്ലെ, ത്രികോണത്തിന്റെ വക്ക്. അതായത് ഇതെന്താണ്? ലാറ്ററൽ എഡ്ജ് അല്ലെ. നമുക്കറിയാലോ, ഇങ്ങനെ കുത്തി നിർത്തുമ്പോൾ എന്തായിരിക്കും വരെ? അങ്ങനെ ചെരിഞ്ഞിരിക്കുമ്പോൾ ഈ മൂലയാണ് അല്ലെ, അതായത് ഈ വക്കുകൾ, പാർശ്വവക്ക്, അതായത് ലാറ്ററൽ എഡ്ജ്. അപ്പൊ നമുക്കിവിടെ എ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ലാറ്ററൽ എഡ്ജ് ആണ് ഇതല്ലേ, ഇ അല്ലെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇ = എത്രയാണ്? 30 സെന്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ സ്തൂപികയുടെ ഹൈറ്റ് എത്രയായിരിക്കും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ അറിയാം, ഇ അറിയാം, കണ്ടുപിടിക്കേണ്ടത് H അല്ലെ. അപ്പൊ എയും ഇയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരൊറ്റയടിക്ക് H കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റുമോ? നമ്മുടെ ഇവിടെ നോക്കിയേ, എ അറിയാം നമുക്ക് അല്ലെ, എ അറിയാം. ഓക്കെ, ഇനി അറിയുന്നത് ഇ ആണ്, ഇതറിയാം. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? H ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. H ഇവിടെയാണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ എ അറിയാം, ഇ അറിയാം, ഇത് രണ്ടും അറിയാലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? L കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, കണ്ട, L ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് വേണം? പിന്നെ L കണ്ടുപിടിച്ചാൽ L അറിയാം, എ അറിയാം, H കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അല്ലാതെ നേരത്തെ ചെയ്ത പോലെ ഒറ്റയടിക്ക് ഇപ്പൊ നോക്കി L-ഉം എയും അറിയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് H കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ഈ എയും ഇയും അല്ലെ, ഇയും എയും ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് H കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? L കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലെ, മട്ടത്രികോണമാണ്. ഇതാണ് കർണം. അപ്പൊ നമുക്ക് L² കിട്ടണമെങ്കിൽ അല്ലെ, ഇതിൽ നിന്ന് L² കണ്ടുപിടിക്കാൻ പോണേ അല്ലെ. അപ്പൊ L² ഫസ്റ്റ് നമ്മൾ L² കണ്ടുപിടിക്കാൻ പോണേ. L² = എന്ത് വരും? ഈ സ്ക്വയറിൽ നിന്ന് A/2 2 കുറയ്ക്കുക അല്ലെ. അപ്പൊ E² - A/2 2 അല്ലെ E². ഈ എത്രയാണ്? 30.
അപ്പോൾ 30 സ്ക്വയർ മൈനസ് a/2 24 പകുതി അല്ലേ, 24 പകുതി 12, 12ന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? 30ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9, 2 ഒരു 0 ആണ് 2 0 മൈനസ് 12 144 അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 6 1 5 7 അല്ലേ, 756 നമുക്ക് കിട്ടി. അപ്പോൾ L സ്ക്വയർ ഈസ് ഈക്വൽ ടു 756 അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എല്ലൊന്നും കാണാൻ നിൽക്കണ്ട, കാരണം എന്താ, ഇനി നമുക്ക് എച്ച് കാണാൻ ഇത് ആവശ്യം വരും, L സ്ക്വയർ ആവശ്യം വരും അല്ലേ. അപ്പോൾ L സ്ക്വയർ ആയിട്ട് തന്നെ കിടന്നോട്ടെ അല്ലേ. ഇനി നമുക്ക് ഇത് കിട്ടിയാലോ, ഇതിൻ്റെ സ്ക്വയർ കിട്ടിയല്ലേ. ഇനിയിപ്പോൾ ഇതറിയാം, അങ്ങനെയാണെങ്കിൽ എച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതായത് നോക്കിയാൽ ഇനി നമുക്ക് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, L സ്ക്വയറിൽ നിന്ന് a/2 ഹോൾ സ്ക്വയർ കുറയ്ക്കണം അല്ലേ. ഇതാണ് ഇതിൻ്റെ ഹൈപ്പോട്ടിനസ് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടിനസ് ഇതാണ്. അതുകൊണ്ട് എച്ച് സ്ക്വയർ കിട്ടാൻ വേണ്ടി L സ്ക്വയറിൽ നിന്ന് ആരെ കുറയ്ക്കണം? a/2 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും നമുക്ക്? L സ്ക്വയർ അല്ലേ. L സ്ക്വയർ നമ്മൾ അതേപോലെ കിടന്നോട്ടെ, കണ്ട അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് എഴുതിയാൽ മതി 756. പിന്നെ L കണ്ടുപിടിക്കാൻ നിൽക്കണ്ട അല്ലേ. L സ്ക്വയർ കിട്ടി മൈനസ് a/2 24 പകുതി 12 സ്ക്വയർ. എന്ത് വരും? 756 മൈനസ് 144 സീക്വൽ ടു 2 1 6 അല്ലേ, 612. ഓ, ഇത് നോക്കിയാൽ ഇതും പൂർണ്ണവർഗമല്ല അല്ലേ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പം നമുക്ക് പണി കൂടി. അപ്പം എച്ച് സീക്വൽ എന്ത് വരും? √612. അപ്പോൾ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇതെങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അല്ലേ. 612 ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അത് 3 പ്രാവശ്യം അല്ലേ. ഇനി നോക്കിയാൽ 1 പോവില്ല, അതുകൊണ്ട് 0 ഇട്ടു. ഇനി 12 2 6 പ്രാവശ്യം, അത് 306. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 1 പ്രാവശ്യം അല്ലേ. ബാക്കി 10 10 5 പ്രാവശ്യം, 3 6 2 പ്രാവശ്യം. ഇനി 3 പ്രാവശ്യം അല്ലേ. ഇനി നോക്കിയേ 2 പോവില്ല അല്ലേ. ഇനി 3 പോകുന്ന അങ്ങനെ അറിയാം. ഇപ്പൊ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കാം, ഇവിടെയൊക്കെ 5 1 6 6 3 9 അല്ലേ, 9 കിട്ടി. അപ്പോൾ 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15 5 × 3 15, 53 പിന്നെ 3 3 1 പ്രാവശ്യം 51 കിട്ടി അല്ലേ. ഇനി നമുക്ക് വീണ്ടും നോക്കി 5 1 6 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പം 3 കൊണ്ട് എത്ര പ്രാവശ്യം പോകും? 5 1 പ്രാവശ്യം, ബാക്കി 2 21 7 3 21 അല്ലേ, 7. ഇനി 17 അല്ലേ. 17 നമുക്കറിയാം എന്താണ്, ഒരു അഭാജ്യ സംഖ്യയാണ് അല്ലേ. അപ്പം ഇനി അതിനെ അവിടെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാം? എച്ച് ഈക്വൽ ടു √2 × 17 അങ്ങനെ തന്നെ എഴുതേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ, ഇതിന്ന് ജോഡിന്ന് പുറത്തെടുക്കുക, 2 2, അപ്പോൾ ഒരു 2നെ പുറത്തേക്ക് എടുത്തു, 2 3 ഒരു 3 പുറത്ത് വന്നു, പിന്നെ √17 അല്ലേ. അതങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, √17. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 × 3 6 6 √17 അങ്ങനെ തന്നെ എഴുതാം. 6 √17 സെൻറ്റിമീറ്റർ അല്ലേ. ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. A square pyramid of base edge 10 cm and height 12 cm is to be made of paper അല്ലേ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പേപ്പർ കടലാസ് മുറിച്ചുകൊണ്ട് ഒരു സമചതുര സ്തൂപി ഉണ്ടാക്കണം. അതിൻ്റെ പാദവക്ക് അല്ലേ, പാദവക്ക് നോക്കിയാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിൻ്റെ ഹൈറ്റ് ഏതിൻ്റെ, ഈ ഉണ്ടാക്കുന്ന ഈ സ്തൂപികയുടെ ഹൈറ്റ് എത്രയായിരിക്കണം? 12 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഡയമെൻഷൻസ് ഓഫ് ദി ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് 4 ട്രയാങ്കിളും വേണം അല്ലേ, സൈഡിൽ 4 ട്രയാങ്കിൾ വേണ്ടേ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ അളവുകൾ എന്തായിരിക്കണം, ഇതാണ് ചോദ്യം. അപ്പോൾ കടലാസ് നോക്കി അടിയിലുള്ള ബേസ് നമുക്ക് 10 സെൻറ്റിമീറ്റർ വേണ്ടത് അല്ലേ, 10 സെൻറ്റിമീറ്റർ ആണ്. അതായത് എല്ലാ വശവും 10 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ. അപ്പോൾ അത് തീരുമാനമായി. ഇനി എന്താണ് വിഷയം, എന്താണ് ഈ ത്രികോണം വേണം നമുക്ക് അല്ലേ. ത്രികോണത്തിൻ്റെ എന്തായിരിക്കണം, അളവുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു നോക്കിയാൽ അടിഭാഗം അല്ലേ, ഇത് ബേസ് 10 ആണെങ്കിൽ ത്രികോണത്തിൻ്റെ ബേസ് 10 തന്നെ അല്ലേ, അത് 10 തന്നെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി എന്താണ് അടുത്ത അളവ് വേണ്ടത്? നമുക്ക് ഇതിൻ്റെ ഈ നീളം അല്ലേ, ഈ വക്ക് നോക്കിയാൽ ഈ ത്രികോണത്തെ, അതായത് ഈ നീളമാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. ഈ നീളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിനെ പറയുക? പാർശ്വവക്ക് അല്ലേ, പാർശ്വവക്ക് അതായത് ഈ അല്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിക്കണം. എ നമുക്കറിയാം, മനസ്സിലായല്ലോ. എ നമുക്കറിയാം, ഈ നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ എ തന്നിട്ടുണ്ട്, ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ അറിയാം നമുക്ക് എത്രയാണ്? എ 10 സെൻറ്റിമീറ്റർ, എച്ച് നമുക്ക് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ത്രികോണത്തിൻ്റെ അല്ലേ വക്കിൻ്റെ നീളം നമുക്ക് ഇ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം.
ഓക്കെ, ഈ എങ്ങനെ കണ്ടുപിടിക്കും? ഉടനടി ഇങ്ങോട്ട് നോക്കാം. നോക്കിയേ, എന്തൊക്കെ തന്നിട്ടുണ്ട്? എ അറിയാം അല്ലേ? എ അറിയാം, എച്ച് അറിയാം. അപ്പൊ എ അറിയാം, എച്ച് അറിയാം. കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ കണ്ടുപിടിക്കാൻ. ഈ എവിടെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണ്ടി വരും? ആദ്യം എല്ല് കണ്ടുപിടിക്കണം അല്ലേ? അതായത് ഈ നീളം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എല്ല് കണ്ടുപിടിക്കണം. എല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഈ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എല്ല് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എല്ല് കണ്ടുപിടിക്കാം. എൽ ഈസ് ഈക്വൽ ടു എന്താണ്? എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? ഇത് കിട്ടാൻ എച്ച് അല്ലേ? എച്ച് അറിയാം, എച്ച് സ്ക്വയർ. അതിന്റെ കൂടെ എന്ത് കൂട്ടണം? എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ അല്ലേ? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. എന്ത് കിട്ടും? റൂട്ട് ഓഫ് എച്ച് 12 സ്ക്വയർ പ്ലസ് a/2, എയുടെ പകുതി 5 സ്ക്വയർ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? റൂട്ട് 12 എന്ന് പറഞ്ഞാൽ 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25 അല്ലേ? അപ്പം റൂട്ട് എത്ര കിട്ടും? 169. അപ്പൊ നമുക്കിവിടെ എല്ലിന്റെ വാല്യൂ കിട്ടി. എത്രയാണ് എല്ല്? റൂട്ട് 169 എന്ന് പറഞ്ഞാൽ 13 അല്ലേ? അപ്പൊ 13 സെന്റിമീറ്റർ എന്താണ് കിട്ടിയത്? എല്ല് അല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് എന്താണ് ആവശ്യം? ഈ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ എല്ല് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഈ കണ്ടുപിടിക്കാം. അപ്പൊ ഈ കിട്ടാൻ എന്ത് വേണം? ഈസ് ഈക്വൽ ടു അല്ലെ? റൂട്ട് ഓഫ് ഏതിന്റെ സ്ക്വയർ കൂട്ടണം? ഇത് കർണാണ് അല്ലെ? ഹൈപ്പോട്ടിനസ് ആണ്. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. മനസ്സിലാവണില്ലേ? ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ. അല്ല എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 13 സ്ക്വയർ പ്ലസ് a/2. 10ന്റെ പകുതി 5 സ്ക്വയർ. ഈക്വൽ ടു റൂട്ട് 13ന്റെ സ്ക്വയർ 169 പ്ലസ് 5ന്റെ സ്ക്വയർ 25. അപ്പൊ നമുക്ക് എത്ര കിട്ടും? റൂട്ട് 4 8 അല്ലേ? 194 അല്ലേ? അപ്പൊ ഇവിടെയും പ്രശ്നമാണ്. എന്താണ്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. 194 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 18 9 അല്ലേ? 18 ബാക്കി 14. അപ്പൊ 7 97 കിട്ടി. 97 കിട്ടിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് പറ്റില്ല അല്ലെ? 9 7 16 അല്ലെ? 16 3 കൊണ്ട് വരില്ല. 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല അല്ലെ? അതായത് 96 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയായിട്ട് വരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? അതങ്ങനെ കിടന്നോട്ടെ. ഇങ്ങനെ എഴുതാൽ മതി. റൂട്ട് 194 അങ്ങനെ കിടന്നോട്ടെ. അത്രയും എന്താണ്? സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ത്രികോണത്തിന്റെ അളവുകൾ എന്തായിരിക്കും? 1 അല്ലെ? അതിന്റെ ബേസ് എത്ര ആയിരിക്കണം? 10 സെന്റിമീറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഈ വക്കിന്റെ നീളം എത്ര ആയിരിക്കണം? റൂട്ട് 194. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള ചോദ്യങ്ങളും മറ്റും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.